മലപ്പുറം. ആ പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്ന കാര്യം ഫുട്ബോൾ. അതെ, അതുതന്നെ. ഒരു ചെറിയ പന്തിനെ ഇത്രയധികം നെഞ്ചിലേറ്റിയ ഒരു ജനത നമ്മുടെ ഈ മഹാരാജ്യത്ത് വേറെ കാണില്ല. മലപ്പുറംകാരുടെ ഫുട്ബോൾ സ്നേഹം, ക്ഷമിക്കണം, ഫുട്ബോൾ ഭ്രാന്ത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടതിന്. സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് പാകിയ വിത്താണത് മലപ്പുറത്തെ ആൺകുട്ടികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. അതെ, ഇത് വിശരന്മാരുടെ കളിയാണ്. ഫുട്ബോൾ എന്ന കായിക ഇനത്തെ വെറും കളിയായി മാത്രം കാണുന്നവരല്ല മലപ്പുറംകാർ. അതിലും പ്രൊഫഷണലിസം അവരിലുണ്ട്. ഉദാഹരണത്തിന്, മലപ്പുറത്ത് മുക്കിലും മൂലയിലും നടക്കുന്ന ഫൈവ്സും സെവൻസും ഫുട്ബോൾ ടൂർണമെന്റുകളും അതിൽ പങ്കെടുക്കുന്ന ഒട്ടേറെ കെനിയ, നൈജീരിയ, ഘാന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന മിടുമിടുക്കരായ കളിക്കാരെയും അവരോടൊപ്പം പന്തുതട്ടുന്ന മലപ്പുറംകാരെയും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ടീം മാനേജർ, കോച്ച് എന്നു വേണ്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റിയൽ മാഡ്രിഡ്, ബാർസലോണ എന്നീ വൻ ക്ലബ്ബുകളുടെ ഒരു മിനിയേച്ചർ വേഷം തന്നെയാണ് നമുക്കിവിടെ പല ടീമുകളിലും കാണാൻ സാധിക്കുന്നത്. പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? ഒരിക്കലുമില്ല. എന്തെന്നാൽ ഏതൊരു യൂറോപ്യൻ സ്പാനിഷ് ലീഗിനേക്കാളും ആവേശവും ആരവവും കൂടുതലായി നമുക്കിവിടെ കാണാൻ സാധിക്കും. നെൽസൺ, അഷ്റഫ്, ടി കെ ചാത്തു, നൌഷാദ്, IM വിജയൻ അങ്ങനെ ഒട്ടനവധി താരങ്ങൾ ഈ നാട്ടിലെ മൈതാനങ്ങളിൽ നിന്നാണ് അവർ വളർന്നത്. ഇവരുടെ പാത പിന്തുടർന്ന് ദിവസവും ആയിരക്കണക്കിന് കുട്ടികളാണ് മൈതാനത്ത് പന്ത് തട്ടുന്നത്. ഇവർക്ക് പ്രചോദനമാവുന്നതോ പ്രായത്തെ പോലും വെല്ലുവിളിച്ച് ഇപ്പോഴും മൈതാനത്ത് വിയർപ്പൊഴുകി കളിക്കുന്ന സുഹൃത്തുക്കളും മുതിർന്നവരുമാണ്. കാര്യമൊക്കെ ശരി, കൂട്ടുകാരനും ഏട്ടനും മാമനുമൊക്കെ വേൾഡ് കപ്പ് കൊടികേറുന്നത് വരെയുള്ളൂട്ടോ. കാരണം ലോകകപ്പ് തുടങ്ങിയാൽ പിന്നെ ഓരോരുത്തരും അവരുടെ ഇഷ്ട ടീമിന്റെ ജേഴ്സിയും ഇട്ട് എതിർ ടീമിനെ തറപറ്റിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഫാൻസ് ഉണ്ട്. ലോകത്തൊരിടത്തും കാണാൻ സാധിക്കാത്ത ഒരു പ്രതിഭാസമാണിത്. സ്വന്തം ടീമിന്റെ വലിയ ഫ്ലെക്സ് ബോർഡ് വെക്കാനും ബാനറുകൾ സ്ഥാപിക്കാനും കൊടിതോരണങ്ങൾ കെട്ടാനും എല്ലാത്തിനും വേണ്ടി മത്സരിക്കുന്നവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ലോകകപ്പിന്റെ ആവേശം എന്തെന്നറിയണമെങ്കിൽ മലപ്പുറത്തെ ഏതെങ്കിലും ഒരു റോഡിലേക്ക് ഇറങ്ങി നടന്നാൽ മതി. മഞ്ഞ, നീല, ചുവപ്പ്, വെള്ള എന്ന് വേണ്ട എല്ലാ നിറങ്ങളും മതിലുകളിലും പോസ്റ്റുകളിലും എല്ലാം കൊടികളായും പേരുകളായും നമുക്ക് കാണാൻ സാധിക്കും. എന്തെന്നാൽ ലോകകപ്പ് നടക്കുന്നത് മൈലുകൾ അകലെയുള്ള മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിലും മലപ്പുറത്ത് നടക്കുന്ന പ്രതീതിയാണ് അവിടുത്തെ ജനങ്ങളുടെ ആവേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റെവിടെയും കാണാത്ത പല അത്ഭുതങ്ങളും നമുക്കിവിടെ കാണാം. ഉദാഹരണത്തിന്, ലോകകപ്പ് പ്രമാണിച്ച് ലീവിന് വരുന്ന പ്രവാസികളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ലോകകപ്പ് നടക്കുന്ന സമയത്ത് നാട്ടിലെ ആവേശവും സന്തോഷവും എന്തെന്ന് അനുഭവിച്ചവർക്കേ അതറിയൂ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ സമയത്ത് അവർക്ക് ഇരിപ്പുറക്കില്ല. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയേ മതിയാകൂ. അതാണ് ഈ ചെറിയ പന്തിന് മലപ്പുറംകാരുടെ മനസ്സിലുള്ള സ്ഥാനം. മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ എല്ലാവരും ഒന്നിച്ച് ഏറ്റവും അധികം ദിവസം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് മലപ്പുറംകാർക്ക് ലോകകപ്പ്. ഒരുമിച്ചിരുന്ന് കളി കാണാൻ എങ്ങ് നോക്കിയാലും വലിയ വലിയ സ്ക്രീനുകളും നട്ടപ്പാതിരായ്ക്ക് വരെ നടക്കുന്ന കളി കാണാൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നൂറുകണക്കിന് എല്ലാ പ്രായത്തിലെയും ആളുകളെ നമുക്കിവിടെ കാണാം. ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങൾ. സ്വന്തം ടീമിലെ മഹാരഥന്മാരായ കളിക്കാരെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ സർവ്വസാധാരണമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ, എംബാപ്പെ തുടങ്ങിയ എല്ലാ മഹാരഥന്മാരുടെയും കൂറ്റൻ കട്ടൗട്ടുകളും ഫ്ലെക്സ് ബോർഡുകളും വെച്ച് മത്സരിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. തൻ്റെ പ്രിയപ്പെട്ട ടീമിലെ കളിക്കാരൻ്റെ കട്ടൗട്ട് എതിരാളിയുടേതിനേക്കാൾ വലുതായിരിക്കണം എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് ഇവിടുത്തുകാർ കാണുന്നത്. ലോകകപ്പ് കഴിയുന്നത് വരെ ഉള്ളൂട്ടോ ഈ കലാപരിപാടിയൊക്കെ. ലോകകപ്പ് കഴിയുന്നതോടെ രാജ്യങ്ങളായി തിരിഞ്ഞുള്ള പന്തയവും വാശിയും എല്ലാം വിട്ട്
പഴയത് ഫുട്ബോൾ എന്ന മായാലോകത്ത് ഒരു മനസ്സായി വീണ്ടും ഒന്നു ചേരുമവർ. തലമുറകൾ കൈമാറി വന്ന ഈ പന്തിനോടുള്ള സ്നേഹവും ആവേശവും ഇനി വരുന്ന തലമുറകളിലേക്കും പടരട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വിഷയമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.